ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൗത്തിന് ചുറ്റുമുള്ള ആ ഒരു ബ്രൗൺ പാച്ചസിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള സ്ത്രീകൾക്ക് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ മൗത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ്. ഇത് എന്തുകൊണ്ട് വരുന്നു നമ്മൾ ഫസ്റ്റ് നോക്കണം. അല്ലാതെ നമ്മൾ കുറെ ക്രീം ഇട്ടിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഓരോ റീസൺസ് നോക്കാം. അതിൽ ഒന്നാമത്തെ റീസൺ ആണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അതായത് നമ്മുടെ ബ്ലഡിൽ അയണിന്റെയും വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അയൺ ഡെഫിഷ്യൻസി. കാരണം ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ തന്നെ നല്ല കുറവായിരിക്കും. മിനിമം നമുക്കൊരു 12 വേണ്ടെടുത്ത് 10-11 ഒക്കെ ഉണ്ടാവാറുള്ളൂ. അത് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നോക്കുക. രണ്ടാമത്തേന്ന് വെച്ചാൽ വിറ്റാമിൻ B12 കുറവ്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്ത ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടർ നമുക്ക് എപ്പോഴും ഒരു വിറ്റാമിൻ ഗുളിക, മൾട്ടി വിറ്റാമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B12 ഗുളിക നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിതിനെ ഭയങ്കര ക്ഷീണമായിട്ട് ഇരുന്നിട്ട് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങിക്കുന്നത് വിറ്റാമിൻ B12 ഗുളികയായിരിക്കും. കാരണം അത്രയും നമുക്ക് നോർമലി ഫുഡിൽ നിന്ന് അധികം കിട്ടാറില്ലാത്തൊരു ഗുളിക ന്യൂട്രീഷനാണ്, വിറ്റാമിൻ B12. അപ്പൊ നമ്മൾ മാക്സിമം ഔട്ട്സൈഡിൽ നിന്നും കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിന്റെ കുറവ് കാരണം നമുക്ക് ഈ ഒരു മൗത്ത് ഏരിയയിൽ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ പാർലറിൽ പോയിട്ട് ഇപ്പൊ നമ്മൾ അപ്പർ ലിപ്പ് ത്രെഡ് ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ അപ്പർ ലിപ്പ് ത്രെഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളത് ചിലപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, മാത്രമല്ല ഇതിപ്പോ നിങ്ങൾ അപ്പർ ലിപ്പ് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ചുമന്ന കളറൊക്കെ അവിടെ ആവുകയാണെന്നുണ്ടെങ്കിൽ ത്രെഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വാക്സ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരുപാട് റെഡിഷ്നെസ് വരികയാണെങ്കിൽ അത് കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത മൂന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ മെലാസ്മ ആണ്. മെലാസ്മ എന്ന് വെച്ചാൽ ഒരു 40-30 ഏജിന് മുകളിലോട്ടുള്ള സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസുമായിട്ട് വരുന്നത് കൊണ്ട് മെലാസ്മ വരാം, അല്ലെങ്കിൽ സൺ ഡാമേജ്, അങ്ങനെ കുറെ റീസൺസ് കൊണ്ട് നമുക്ക് മെലാസ്മ വരും. അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ കവിളിന് ചുറ്റും വരുന്നതിന് പകരം നമ്മുടെ ഈ അപ്പർ ലിപ്പിന്റെ ഭാഗത്ത് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അപ്പൊ മെലാസ്മയാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ റീസൺ എന്തെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഹോർമോണൽ ചേഞ്ച്. മെലാസ്മയുടെ റീസൺ ആണ് ഹോർമോണൽ ചേഞ്ച്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആൻഡ് ബിവറേജസ്. അതായത് നമ്മൾ ഒരുപാട് എരിയുള്ളത്, അതല്ലെങ്കിൽ ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ഫുഡ്സും ബിവറേജസും ഒക്കെ കഴിക്കുകയാണെങ്കിൽ, ചില ആൾക്കാർക്ക്, ഇപ്പൊ എന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പൈനാപ്പിൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ജ്യൂസിന്റെ അസിഡിറ്റി എനിക്ക് പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് ചൊറിയും. പ്രത്യേകിച്ച് എന്റെ കൈയുടെ ഈ രണ്ട് ഭാഗത്തും ഈ മൗത്തിന്റെ ഏരിയസിൽ എനിക്ക് ചൊറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് കാരണം, ആ ഇറിറ്റേഷൻ കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ബിവറേജസ് എന്ന് പറയുമ്പോൾ ഡ്രിങ്ക്സ് മാത്രമല്ല, സാധാരണ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഇറിറ്റേഷൻ വരുന്നത് അത് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അടുത്തതെന്ന് വെച്ചാൽ അലർജീസ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അലർജി, ഫുഡ് തന്നെ അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കിൾ അലർജിയോ അതല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ അലർജീസ് ഉണ്ടെങ്കിൽ, പൊല്യൂഷൻ അലർജി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചുറിച്ചിൽ വരത്തില്ല. അത് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡ്രൈനെസ് ചുറ്റും ഈ അലർജീസ് കാരണം വരുന്നത് പോലെ സോറിയാസിസ് കാരണം നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത റീസൺ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഡ്രൂളിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ തുപ്പല് പുറത്തോട്ട് പോകുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ തുപ്പല് നമ്മളിപ്പോൾ എത്ര നമ്മുടെ സലൈവയ്ക്ക് ഒരു അസിഡിക് നേച്ചറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ സലൈവയ്ക്ക് ഒരു കുറച്ച് അസിഡിക് നേച്ചർ ഉണ്ട്. അപ്പൊ ആ അസിഡിക് നേച്ചർ ചില സമയത്ത് നമ്മുടെ സ്കിന്നിന് പറ്റത്തില്ല. ഡെഫിനറ്റ്ലി നമ്മുടെ സലൈവ നമ്മുടെ അകത്താണല്ലോ, പുറത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റണം എന്നില്ല. അത് കാരണം നമുക്കൊരു ചൊറിച്ചിൽ വരാം, ഇറിറ്റേഷൻ വരാം. അത് കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സലൈവ കൊണ്ട് നമുക്ക് ഈ നാക്കിന് അങ്ങനെ ലിക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് കാരണം നമുക്ക് ചുണ്ടിനും മൗത്തിനും ചുറ്റും ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും അവസാനത്തെ, ഏറ്റവും കുറച്ച് കാരണമായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ തലാണകൾ. നമ്മൾ ഈ തലാണയ്ക്കകത്ത് നമ്മൾ ചിലപ്പോൾ തലാണ ഉറകൾ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ബാക്ടീരിയാസ് വന്നിരിക്കുന്നത് കാരണം, ആ ബാക്ടീരിയ കാരണം നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് മൗത്തിന് ചുറ്റും, പ്രത്യേകിച്ച് നമ്മൾ തലാണ വെച്ച് കിടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗമാണല്ലോ, അപ്പൊ അത് കാരണം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പില്ലോ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ മൗത്തിന്റെ ഏരിയ ഒരുപാട് സ്ക്വീസ് ചെയ്ത് ചരിഞ്ഞിടക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പതിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കോൺസെൻട്രേഷൻ ആയിട്ട് ആ ഒരു
പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പൊ ഏതാണ് കാരണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒക്കെ റീസൺ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുമല്ലോ. പറയുമ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ റീസൺ ഏതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ സെറവും ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അതിപ്പോ ഹൈപ്പർ പിഗ്മെന്റേഷൻ, മൗത്തിന് ചുറ്റുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല, നമ്മുടെ സ്കിന്നിൽ മൊത്തം വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷന് കാരണമാണ് നമ്മുടെ സൺലൈറ്റ്, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ. അപ്പൊ സൺലൈറ്റിന്റെ ഡാമേജ് കാരണം, സൺ ഡാമേജ് കാരണം നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇത് എങ്ങനെ മാറ്റാൻ നോക്കാം. ഇത് മാറ്റാനായിട്ട് ഒരുപാട് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാൽ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസിനും പറ്റിയ ഓരോ റെക്കമെൻഡേഷൻസ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കോജിക് ആസിഡ്, അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെറംസ് ആണ് അല്ലെങ്കിൽ ക്രീംസ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരത്തിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതായത് നമ്മൾ ഡെഡ് സ്കിന്നും കൂടെ റിമൂവ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ വരാനും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. കാരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഡെഡ് സ്കിൻ വരത്തില്ലല്ലോ. നമ്മുടെ സ്കിൻ ഇരുന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഡെഡ് സ്കിൻ വരുന്നത്. അപ്പൊ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നമ്മൾ നല്ല സ്കിന്നും കൂടെ പോകും. സോ അത് യൂസ് ചെയ്യരുത്, ഡെയിലി യൂസ് ചെയ്ത് അത് നമുക്ക് വീക്കിലി വൺസോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം നമുക്ക് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യാം, അത്രേ യൂസ് ചെയ്യാവുള്ളൂ. അത് ലോ കോൺസെൻട്രേഷനുള്ള ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ അത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം. ആദ്യത്തേതാണ് കോജിക് ആസിഡ്. കോജിക് ആസിഡിലോട്ട് നമ്മൾ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെർമക്കോയിൽ 2% കോജിക് ആസിഡ് ക്രീം ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡെർമക്കോയിൽ തന്നെ കോജിക് ആസിഡിന്റെ 3% കോജിക് ആസിഡിന്റെ ജെല്ലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഷെയ്ത്തിൽ കോജിക് ആസിഡും കേസറും കൂടെ ഉള്ള ഒരു ക്രീം ഉണ്ട്. പിന്നെ ഡെർമക്കോയിൽ തന്നെ കോജിക് ആസിഡ് സിറംസ് അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ്ഡെർമയിൽ അത് ക്രീം ഉണ്ട്, ഫിക്സ്ഡെർമയുടെ ആണ്. പക്ഷെ സ്കാർ എന്ന് പറഞ്ഞിട്ട് സ്കാർ മാറ്റാനെന്നുള്ളതല്ല, പേര് അങ്ങനെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡെർമാടേച്ചിലും 2% കോജിക് ആസിഡ് ക്രീം ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കോജിക് ആസിഡിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ്. പിന്നെ നിങ്ങൾക്ക് സോപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഡെർമക്കോയിലും ഉണ്ട്, പിന്നെ കോസി കെയർ എന്ന് പറഞ്ഞിട്ട് സോപ്പും ഉണ്ട്, 2 സോപ്പും ഉണ്ട്. പക്ഷെ സോപ്പ് നമുക്ക് സോപ്പിനേക്കാളും നല്ലത് സെറമും ക്രീമുകളും ആണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ട്രാൻഎക്സാമിക് ആസിഡ്. ട്രാൻഎക്സാമിക് ആസിഡിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിൽ 3% ഉണ്ട്. പിന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുണ്ട്, പിൽഗ്രിമിലുണ്ട്, ഫ്ലിക്സിലുണ്ട് 3%, സുഗന്ധയിലുണ്ട് ഒരു 3%, പിന്നെ ഡെർമക്കോയിലുണ്ട്, പക്ഷെ അത് 10% ആണ്. അപ്പൊ അത്രയാണ് കുറച്ച് റെക്കമെൻഡേഷൻ ട്രാൻഎക്സാമിക് ആസിഡിന്റെ. പിന്നെ ഞാൻ പറയുമ്പോൾ കോജിക് ആസിഡ് ട്രാൻഎക്സാമിക് ആസിഡ് ആണ് ഇതിൽ ഏറ്റവും നല്ലത്, നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും അല്ല വേറെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസലിക് ആസിഡും ആൽഫ ആർബിറ്റിനും ഒക്കെ ഉണ്ട്. അതിന്റെ റെക്കമെൻഡേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അടുത്തതാണ് അസലിക് ആസിഡ്. അസലിക് ആസിഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിൽ അസലിക് ആസിഡ് ഉണ്ട്, അതുപോലെ നമ്മൾ എർത്രൂതത്തിൽ അസലിക് ആസിഡ് ഉണ്ട്, കെമിസ്റ്ററ്റ് പ്ലേയിലുണ്ട് അസലിക് ആസിഡ്, ഗ്യാപിറ്റിലുണ്ട്, ഹൗസ് ഓഫ് ബ്യൂട്ടിയിലുണ്ട്, പ്ലമ്മിലുണ്ട്, ഓർഡിനറിയിലുണ്ട്. ഇതിനകത്ത് ഓർഡിനറിയുടേത് അസലിക് ആസിഡ് സസ്പെൻഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ അസലിക് ആസിഡിന്റെ റെക്കമെൻഡേഷൻസ്. ഇനി ആൽഫ ആർബിറ്റിൻ എന്ന് പറയും. ആൽഫ ആർബിറ്റിൻ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, ഡോക്ടർ ഷെയ്റ്റിലുണ്ട്, ഫ്ലിക്സിലുണ്ട്, നേച്ചർ ഡൊമയിലുണ്ട്, സാറ്റേൺ ബൈ GHC എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രാൻഡാണ്, അതിനകത്തുണ്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വെക്കുമ്പോൾ നല്ലതാണ്. അപ്പൊ അതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും കുറച്ച് ബ്രാൻഡുകളിൽ നമുക്ക് ആൽഫ ആർബിറ്റിൻ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ആൽഫ ആർബിറ്റിൻ അസലിക് ആസിഡും പറയുമ്പോൾ അത് ലാസ്റ്റ് രണ്ടെണ്ണമാണ്. കോജിക് ആസിഡും ട്രാൻഎക്സാമിക് ആസിഡും ആണ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യും. ഒന്നുകിൽ ഫേസ് വാഷ്, ടോണർ, പിന്നെ സെറം, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ബേസിക്കലി പറയും, നിങ്ങൾ ഫേസ് വാഷ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഈ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഫേസ് വാഷ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
മസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ടോണർ അതല്ലെങ്കിൽ സെറം എടുക്കാൻ പറയും. പക്ഷെ ഞാൻ എപ്പോഴും ടോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് സെറത്തിലാണ്, കാരണം അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മാറ്റിയെടുക്കണമെങ്കിൽ സെറമാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 4 സെറംസ് ആണുള്ളത്. ഇതിനകത്ത് 2 സെറം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, കാരണം 1% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ലോറിയൽ പാരിസിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് സെറും പിന്നെ ലാക്മിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് സെറും പിന്നെ ഉള്ളത് ഒന്നെന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ത്തിന്റെ സെറം ആണ്. അത് 6% ആണ്. സോ അത് വീക്കിലി വൺസ് 2 ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ പ്ലിക്സിന്റെ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സെറം ഉണ്ട്, പക്ഷെ അത് 3% ആണ്. അത് യൂസ് ചെയ്താലും മതി. ഇതല്ല നിങ്ങൾ ആരെങ്കിലും പീലിംഗ് സൊല്യൂഷൻസ് വേറെ ഏതെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഗ്ലൈക്കോളിക് ആസിഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞിട്ട് ക്രീം നമുക്ക് ഫാർമസിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും. അത് യൂസ് ചെയ്താലും മതി. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ആ വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് മാറാനായിട്ട് എന്ന് യൂസ് ചെയ്യരുത്, നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ വരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈവൻ ദോ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ഫോട്ടോ സെൻസിറ്റീവ് ആക്കില്ലെങ്കിൽ എന്നും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ഭാഗത്തൂടെ കുറച്ചെടുക്കുന്നതിന്റെ കൂടെ മറ്റു പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫലം ഇല്ലാണ്ടായിപ്പോ. കാരണം നമ്മൾ കുറയ്ക്കുന്നതിന്റെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ടാണ് സൺസ്ക്രീനുകൾ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മൗത്തിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ പാച്ചസിനെ പറ്റിയിട്ടാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേ എന്ന് വെച്ചാൽ നമ്മൾ Q&A ആണ്. അപ്പൊ Q&Aയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയുക. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.